നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ടായിരുന്നു. എല്ലാ സെക്ടറും നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആയിരുന്നു രാവിലെ മുതൽ കണ്ടത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അല്ലാതെ തന്നെ മറ്റ് സെക്ടറുകളെല്ലാം, അതായത് ഫാർമ സെക്ടർ ആയാലും ഓട്ടോ സെക്ടർ ആയാലും എല്ലാം തന്നെ നല്ല സെൽ ഓഫിലായിരുന്നു. എല്ലാം ക്ലോസ് ചെയ്തതും അത്യാവശ്യം ലോസിൽ തന്നെയാണ്. 2%, 3%. IT സെക്ടറൊക്കെ 4%ത്തിലാണ് അന്ന് ക്ലോസ് ചെയ്തത്. 4% ലോസിൽ. പക്ഷേ ഇൻട്രാഡേ ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് ആയിരുന്നു വെള്ളിയാഴ്ച. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒരു റീട്രേസ്മെന്റ് നടത്തി. പിന്നീട് അങ്ങോട്ട് നല്ലൊരു ഫാൾ ആയിരുന്നു. അവസാനം ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ റീട്രേസ്മെന്റ് വീണ്ടും നടത്തുകയുണ്ടായി. എന്തായാലും ലോസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. മറ്റ് സെക്ടറുകളെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി വലിയൊരു ലോസിലല്ല, ഏകദേശം 1% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഞാൻ കൂടുതലായിട്ടും ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നും നടത്തിയിരുന്നു 2 ട്രേഡ്. പക്ഷേ എൻ്റെ 2 ട്രേഡും ഇന്ന് ലോസ് ആയിരുന്നു. അതിന് കാരണം ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ എടുത്തു. അത് ഒരു മൊമെന്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ ആ ട്രേഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഇന്നലത്തെ ലോ, അതായത് 48,600 എന്നുള്ള ലെവലിലേക്ക് വന്ന് അവിടെ നിന്നുണ്ടാവുന്ന ഒരു ഫാളിൽ എടുക്കാനായിരുന്നു എൻ്റെ ഒരു തീരുമാനം, എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒരു രണ്ടാമതുണ്ടായ ഒരു ഫാളിൽ ഞാൻ ട്രേഡിൽ എൻ്റർ ആയി. പക്ഷേ അതെനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എടുക്കുകയാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ട്രേഡ് എടുത്തു, അത് ലോസ് ആയി. ലോസ് തന്നെയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. പക്ഷേ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ അനാലിസിസിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കുക. അതനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യാറ്. പക്ഷേ ഇന്നലെ അങ്ങനെ ഈ ഒരു സെക്കൻഡ് ഫാളിൽ എടുത്തുപോയി ട്രേഡ്. അത് കാരണമാണ് എനിക്ക് 2 ട്രേഡും നഷ്ടത്തിലായത്. ഇതാണ് എൻ്റെ ട്രേഡിംഗ് സമ്മറി ഇന്നലത്തെ. അപ്പോൾ ഇതിൽ കണ്ടാൽ അറിയാം, ഫസ്റ്റത്തെ ട്രേഡ് ചെറിയൊരു ലോസ് ആണ്. രണ്ടാമത്തെ ട്രേഡിലാണ് എനിക്ക് കാര്യമായിട്ടുള്ള ലോസ് സംഭവിച്ചത്. പക്ഷേ ഈ ലോസ് എനിക്ക് അഫോർഡബിൾ ആണ്. ഈ ഒരു ലോസ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ട്രേഡിൽ എൻ്റർ ആയത്. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും ഈ ഒരു ലെവലിൽ ഞാൻ ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. ഈ ഒരു ലോസ് എന്നെ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ റിവെഞ്ച് ട്രേഡ് ചെയ്തില്ല, ഓവർ ട്രേഡ് ചെയ്തില്ല. ഞാൻ ചെയ്യുന്നത് 2 ട്രേഡാണ് ഒരു ദിവസം. അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവസരം ഉണ്ടെങ്കിൽ 2 ട്രേഡ് ചെയ്യും. ഇന്ന് ആ ഒരു 2 ട്രേഡ് ചെയ്ത് നിർത്തി. അതുകൊണ്ടാണ് മൂന്നാമത് ഞാൻ അനാലിസിസ് ചെയ്ത പ്രകാരം വന്ന ലെവലിൽ നിന്നും നല്ലൊരു അവസരം ഉണ്ടായിട്ട് പോലും എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അത്. നമ്പർ ഓഫ് ട്രേഡ്, റിസ്ക് റിവാർഡ്, പൊസിഷൻ സൈസിങ്, ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇൻട്രാഡേയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മൂന്നാമത്തെ ഒരു ട്രേഡ് എടുക്കാതിരുന്നതും എൻ്റെ ഈ നഷ്ടം ഇതിൽ വെച്ച് നിർത്തിയതും. ഇതെനിക്ക് വരും ദിവസങ്ങളിൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയായാലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഉള്ളത്. തിങ്കളാഴ്ച അവസരം ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.